സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രാധിപരും നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റും എല്ലാത്തിനുമുപരി അധ്യാപകനുമായ കോയപ്പള്ളി കേളപ്പൻ നായർ എന്ന കേരള ഗാന്ധിയെ നാം മലയാളികൾ അർഹിക്കുന്ന വിധത്തിൽ അറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ചങ്ങനാശ്ശേരി ബർക്ക്മാൻ സ്കൂളിൽ അധ്യാപകനായി കഴിയുന്ന കാലത്താണ് അദ്ദേഹം മന്നത്ത് പത്മനാഭനെ പരിചയപ്പെടുന്നത്. സമകാലികനും സദാചാരിയുമായ ആ സഹയാത്രികന്റെ ചിന്തയും പ്രേരണയുമാണ് കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക അംഗമാകാൻ കാരണമായത്. NSSന്റെ ആദ്യ പ്രസിഡന്റായി കെ കേളപ്പനും ജനറൽ സെക്രട്ടറിയായി ശ്രീ മന്നത്ത് പത്മനാഭനും തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ടതും തോറും വിപുലമാകുന്ന വിസ്മയമാണ് കേളപ്പൻ. വരുംകാലത്തും വിസ്മൃതിയിലേക്ക് മായാതെ നിലനിൽക്കേണ്ടുന്ന നാടിന്റെ നടുനായകത്വമാണിയ ഗംഭീര വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. സ്വാതന്ത്ര്യാനന്തരം സ്വാഭാവികമായും അധികാരത്തിന്റെ ആദരവിന്റെ മുദ്രകൾ നേടാനാണ് നേതാക്കൾ അധികവും ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഗാന്ധിയൻ ദർശനത്തിന്റെയും സഹിഷ്ണുതയുടെയും ഭാരതീയ സംസ്കാരത്തിന്റെയും ചൈതന്യം ഉൾക്കൊണ്ട് അധികാരത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്നും അകന്നു നിൽക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്. താൻ ഉൾപ്പെട്ട സംസ്കാരത്തെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ത്യജിക്കേണ്ടത് ത്യജിക്കുകയും ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം കേളപ്പന് നിരവധി പുരസ്കാരങ്ങൾ, കേന്ദ്രമന്ത്രി സ്ഥാനം, ഗവർണർ സ്ഥാനം തുടങ്ങിയവ ലഭിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. എല്ലാ പ്രലോഭനങ്ങളെയും പ്രതിരോധിച്ച് ജനസേവനം ലക്ഷ്യമാക്കിയുള്ള, പ്രത്യേകിച്ച് സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കിയുള്ള ജീവിതയാത്രയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പൊതുജനത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വെയിറ്റിംഗ് ഷെഡുകൾ, പൊതു ശൗചാലയം തുടങ്ങിയവയുടെ ഉദ്ഘാടന വേളയിൽ ജനപ്രതിനിധികൾ സ്വന്തം പേരോ ചിത്രമോ കുത്തിവെക്കുന്ന ഫലകങ്ങൾ സ്ഥാപിക്കുന്ന വിചിത്രമായ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്തോ ത്യാഗം ചെയ്തതുപോലെ നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത് ഉദ്ഘാടന മാമാങ്കത്തിൽ പങ്കെടുത്ത മഹതി മഹാന്മാരുടെ പേര് കുത്തിവെച്ച ഫലകങ്ങൾ സ്ഥാപിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യും. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ കാരണവുമുണ്ട്. കോഴിക്കോടിന് തെക്കും വടക്കുമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് കോരപ്പുഴ പാലം നിർമ്മിച്ചത് 1940 കേളപ്പൻ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന കാലത്താണ്. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം ഇതിന് പിന്നിലുണ്ട്. ഒരു തരത്തിലുള്ള ഉദ്ഘാടന സദസ്സുകളും ഇല്ലായിരുന്നു, ഒരു തരത്തിലുള്ള ഫലകങ്ങളുമില്ലായിരുന്നു, ആരുടെയും പേരുകൾ കൊത്തിവെച്ചില്ല, പാലത്തിന് പ്രത്യേക പേരും ഉണ്ടായിരുന്നില്ല. പൊതുജനത്തിന്റെ പണം വിനിയോഗിച്ച് നിർമ്മിച്ച പാലങ്ങളിലോ സ്ഥാപനങ്ങളിലോ ജനപ്രതിനിധികളുടെ സ്ഥാനപ്പേരുകളോ കുത്തിവെക്കുന്നതിനോട് അദ്ദേഹം എപ്പോഴും വിമുഖത പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധിയുടെ ബൃഹത്തായ ഒരു ചിന്താ പാരമ്പര്യം ഉള്ളടങ്ങിയ ഒരു പ്രതലത്തിലൂടെ വ്യവഹരിച്ച് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ തന്റെ ജോലി ഉപയോഗിച്ച് തന്റെ ജീവിതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സംഘടനാ മികവ് തിരിച്ചറിഞ്ഞ് മലബാർ മേഖലയിലെ സാംസ്കാരിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേണ്ടിയും ഭാരതീയ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും സ്വാതന്ത്ര്യാനന്തരം ഊർജ്ജസ്വലമായി തുടർന്നു പോകുന്നതിനും കേളപ്പനെ ഗാന്ധിജി സത്യാഗ്രഹ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാക്കി. അങ്ങനെ സത്യാഗ്രഹ പ്രസ്ഥാനങ്ങളിലേക്ക് ഗാന്ധിജി തെരഞ്ഞെടുക്കുന്ന ആദ്യത്തെ കേരളീയനായി കേളപ്പൻ മാറി. മലബാറിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരികളുടെ ഏകാധിപത്യ ചൂഷണാധിഷ്ഠിത ഭരണവ്യവസ്ഥയ്ക്കെതിരെ പ്രതികരണശേഷിയുള്ള സമൂഹ നിർമ്മിതിക്ക് അദ്ദേഹവും പങ്കാളിയായി. കേരളത്തിന്റെ മതേതര വിശ്വാസങ്ങളെയും മതങ്ങൾ തമ്മിലുള്ള ഇടയെടുപ്പത്തെയും തകർക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന നിരവധി സംഘടനകൾ അക്കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേളപ്പനെ കുറിച്ചും ഒട്ടനവധി അപവാദങ്ങൾ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. കേളപ്പൻ മുസ്ലിം വിരോധിയാണ് എന്ന ആക്ഷേപം ഉണ്ടായിരുന്ന പോലെ ഹിന്ദുമത പ്രാന്തരിൽ നിന്ന് കേളപ്പൻ ഹാജി എന്ന വിശേഷണവും അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കേളപ്പനെ ജാതി മതഭേദമെന്നേ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത്.